നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. അതിൽ കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,523ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിയുഗം എണ്ണി തുടങ്ങിയിട്ടുള്ളത്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് തുലാമാസം 23-ാം തീയതിയാണ്. ശകവർഷം 1947 കാർത്തിക മാസം 18-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 നവംബർ മാസം 9-ാം തീയതിയാണ്. ഇന്ന് തിഥി വരുന്നത് കൃഷ്ണപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ്. രാത്രി 1:55 വരെയുള്ള സമയത്താണ് പഞ്ചമി തിഥിയുള്ളത്. അത് കഴിഞ്ഞ് ഷഷ്ടി തിഥി വരികയാണ്. നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. രാത്രി 8:04 വരെയുള്ള സമയത്താണ് തിരുവാതിര നക്ഷത്രമുള്ളത്. തുടർന്ന് പുണർദം നക്ഷത്രമാണ്. കരണം വരുന്നത് പന്നിക്കരണമാണ്. ഉച്ചയ്ക്ക് 3:05 വരെയുള്ള സമയത്താണ് പന്നിക്കരണം. നിത്യയോഗം വരുന്നത് സിദ്ധനാമ നിത്യയോഗമാണ്. ഉച്ചയ്ക്ക് 3:01 വരെയുള്ള സമയത്താണ് ഈ സിദ്ധനാമ നിത്യയോഗം ഉള്ളത്. ഞാറ്റുവേല വിശാഖം ഞാറ്റുവേലയാണ്. 2 ആഴ്ചക്കാലമാണ് ഒരു ഞാറ്റുവേല എന്ന് പറയുന്നത്. ഋതു വരുന്നത് ശരത് ഋതു തന്നെയാണ്. അയനം ദക്ഷിണായന കാലവുമാണ്. ഇന്ന് ദിവസം ഞായർ സൂര്യൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:19:28 ഉദയം വരുന്നു. വൈകിട്ട് 5:55:55 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 36 മിനിറ്റ് 27 സെക്കൻഡാണ്. ഈ ദിനമാനവും ഉദയാസ്തമയങ്ങളും പറഞ്ഞിട്ടുള്ളത് മധ്യ കേരളത്തിലേതാണ്. ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം വടക്കോട്ടും തെക്കോട്ടും മാറുന്തോറും ഉണ്ടാവുന്നതാണ്. ദോഷകാലങ്ങളായ രാഹുകാലം സംഭവിക്കുന്നത് വൈകിട്ട് 4:28 തുടങ്ങി 5:55 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് 3:01 തുടങ്ങി 4:28 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് ഉച്ചയ്ക്ക് 12:07 തുടങ്ങി 1:34 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാണ്. അതിനാൽ ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:43 12:05 വരേക്കും, തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ച് 12:09 മുതൽ 12:31 വരെയുള്ള സമയത്താണ്. മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങളിൽ ഈ അഭിജിത്ത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാശ്രമം വരുന്നത് വൃശ്ചിക കൂറുകാർക്കാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് അഷ്ടമത്തിൽ ചന്ദ്രൻ വരികയാൽ 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമായിട്ടുള്ള കാര്യമല്ല. അവർക്ക് നൂതനമായിട്ടുള്ള കർമ്മങ്ങൾക്ക്, അതുപോലെ നൂതന വിദ്യാഭ്യാസം തുടങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും യാത്രയ്ക്കും ഒക്കെ ഇന്ന് വർജ്യമായിട്ടുള്ള ദിവസമാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് തിരുവാതിര നക്ഷത്രമാണ്. ഒരു ശുഭനക്ഷത്രമല്ല, ശുഭകർമ്മങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള നക്ഷത്രമല്ല. യുദ്ധ കാര്യങ്ങൾ, അതുപോലെ ബന്ധന കാര്യങ്ങൾ, ശത്രുവിനായിട്ടുള്ള നേരിടൽ, വിഷക്രിയ, അതുപോലെ അഗ്നിക്രിയ മുതലായിട്ടുള്ള കർമ്മങ്ങൾ, ഉച്ചാടനാദി മാരണാദി കർമ്മങ്ങൾ, ഇതൊക്കെയും ആണ് പറഞ്ഞിട്ടുള്ളത്. വിദ്യാരംഭം നടത്താവുന്നതാണ്. പഞ്ചമി തിഥിയാണ്, കൃഷ്ണപക്ഷത്തിലെ പഞ്ചമിയാണ്. എല്ലാ തരത്തിലുള്ള ശുഭകർമ്മങ്ങൾക്കും പഞ്ചമി തിഥി നല്ലതാണ്. എന്നാൽ തിരുവാതിര നക്ഷത്രമാകൊണ്ട് ഇന്നത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്ക് പൊതുവെ വിധിച്ചിട്ടില്ല. നമസ്കാരം.